എന്റെ പേര് ഹലോ. രാജേഷ്. എന്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കിഴക്കേക്കല്ലടയാണ് എന്റെ സ്ഥലം. നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്ക് ആങ്സൈറ്റി, സത്യത്തിൽ അത് എന്നെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ പേര് ആങ്സൈറ്റി എന്നാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. വളരെ ഒരു വല്ലാത്ത അനുഭവം. കിടന്നാ ഉറക്കം വരത്തില്ല. എന്റെ ബ്ലഡ് പ്രഷർ തന്നെത്താൻ ഇൻക്രീസ് ചെയ്യുന്നു. രാത്രി ഞാൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നു. പിന്നെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. വല്ലാത്ത ഒരവസ്ഥ. ഇത് എങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ വളരെയധികം ഭയപ്പെടുകയും ചെയ്തു. എനിക്ക് തോന്നി ഞാൻ ഷിപ്പിൽ ജോലി ചെയ്ത ഞാൻ ചിലപ്പോൾ ഇനി എന്തെങ്കിലും എമർജൻസി ആയിട്ട് സൈൻ ഓഫ് ചെയ്ത് നാട്ടിൽ വരേണ്ട അവസ്ഥ ഉണ്ടാവുമോ? ഒരവസ്ഥയെ വരെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ഏതായാലും ദൈവാധീനം കൊണ്ട് ഞാൻ നാട്ടിലെത്തി. നാട്ടിലെത്തിയപ്പോൾ അത് എന്തോ ഒരു നിമിത്തം പോലാണ് ശ്രീനിവാസൻ സാറിന്റെ ഫേസ്ബുക്ക് വഴി സാറുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം എനിക്കുണ്ടായത്. അങ്ങനെ ഞാൻ സാറിന്റെ ഒരു വെബിനാർ ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാറിന്റെ ക്വാണ്ടം ഹീലിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്തത്. ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടായി. അത് എങ്ങനെ എനിക്കത് പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സാറിനോട് ഞാൻ വളരെയധികം താങ്ക്സ് ഞാൻ പറയുന്നുണ്ട്. എനിക്കുള്ള ആ ആങ്സൈറ്റി എന്ന് പറയുന്ന ആ സംഭവം എന്നിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടൊഴിഞ്ഞെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ വളരെയധികം ഫ്രീ ആയി. ഇത് നേരത്തെ എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് എന്തായിരുന്നു എന്നിൽ നിന്ന് വിട്ടുപോയ ആ ദോഷകരമായ ഒരു സംഭവം എന്നിൽ ഉണ്ടായിരുന്നു. എന്തോ എന്നിൽ നിന്ന് ആ ദോഷകരമായ എന്തോ ഒന്ന് എന്നിൽ നിന്ന് വിട്ടുപോയതായിട്ട് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ ട്രിപ്പ് ആ ഒരു ഹീലിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു അനുഭവം. ഒത്തിരിയും വിട്ടുമാറി. ഇന്ന് ഞാൻ മൂന്നാമത്തെ ഹീലിംഗ് സാറിന്റെ കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒത്തിരിയും ഞാൻ വളരെയധികം ഫ്രീ ആയി. ദൈവത്തിന് നന്ദി, സാറിന് നന്ദി. ഇത് വളരെ നല്ലൊരു ഹീലിംഗ് കോഴ്സാണ്, ക്വാണ്ടം ഹീലിംഗ് കോഴ്സ്. തീർച്ചയായിട്ടും അത് ചെയ്യണം. സാർ ചെയ്യുന്ന ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന വഴി എല്ലാവർക്കും ഗുണമേ ഉണ്ടാവും. നമ്മളിൽ നിന്ന് ഒത്തിരി നമ്മുടെ ആങ്സൈറ്റികൾ, പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം, ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം എനിക്ക് ഒരു വട്ടം എനിക്ക് ഉണ്ടായത്. എനിക്ക് അന്നേരം ഇത് പാനിക് അറ്റാക്ക് ആയെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് ആദ്യമായിട്ട് സാറിന്റെ ആ വെബിനാർ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഈ സംഭവമാണ് പാനിക് അറ്റാക്ക് എന്നും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നത്. ഇതെല്ലാം എന്നെ വിട്ടൊഴിഞ്ഞു. പിന്നെ ക്വാളിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. എനിക്ക് കിടന്ന് ഉറങ്ങിയാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൂടെ എനിക്ക് ഉറക്കം കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 7 മണിക്കൂർ വരെ ഞാൻ നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട്.